നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യോലോ എന്നൊരു വാക്കിനെ കുറിച്ചാണ്. YOLO. നിങ്ങൾ എത്ര പേർക്ക് ഈ വാക്കിൻ്റെ ഫുൾ ഫോം അറിയാം എന്നുള്ളത് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. കാര്യം എനിക്ക് ഒരു കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ, ഈ ജനുവരി, ഫെബ്രുവരി വരെ ഞാനിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലായിരുന്നു. ചേതൻ ഭഗത്തിൻ്റെ 11 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ള പുസ്തകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കേട്ടത്. അത് ഞാൻ കേൾക്കാൻ വൈകിയതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ കൂടി അഭിപ്രായം പറഞ്ഞത്. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ. യു ഒൺലി ലിവ് വൺസ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളല്ലെങ്കിൽ നമ്മൾ ഒരു തവണ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇത് ശരിയാണ്. നമ്മുടെ അറിവ് വെച്ച് നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, ഒരു ജന്മമേ ഉള്ളൂ. ഇനി പുനർജന്മമുണ്ടോ, നമുക്കിതിനു മുമ്പ് ജന്മങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, സ്വർഗ്ഗമുണ്ടോ നരകമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അറിയില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് തന്നെ പറയാം. വെറുതെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. എങ്കിലും നമ്മുടെ അറിവ് വെച്ച് ഒരു ജന്മമേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ അതാണിത്. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഇതിനെ നമുക്ക് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഒരേ ഒരു തവണയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് മാക്സിമം എൻജോയ് ചെയ്യുക, അഡ്വഞ്ചറസ് ആയിട്ട് ജീവിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നടത്തുക, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് ശ്രമിക്കുക, റിസ്ക്സ് എടുക്കേണ്ടടുത്ത് റിസ്ക്സ് എടുക്കുക. അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഭൗതികമായ തലത്തിൽ നമുക്കിതിൻ്റെ അർത്ഥം എടുക്കാം. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളവും ബാക്കി ആർക്കും ദ്രോഹം ചെയ്യാത്തിടത്തോളവും അങ്ങനെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? എൻജോയിങ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഈ എൻജോയ്മെൻറ്റ് എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ആകില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് വളരെയധികം വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനം, അല്ലേ? വൺ സൈസ് ഫിക്സ് ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ ഒട്ടും പറ്റില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റാണ്. നമ്മുടെ ഈ ജീവിതം ഒരിക്കലേ ഉള്ളൂ. മനുഷ്യജന്മം തന്നെ വളരെ റെയറാണ്. നമുക്ക് എത്രയോ കാലങ്ങൾക്ക് ശേഷം ലഭിച്ചതാണ് മനുഷ്യജന്മം എന്നുള്ളൊരു ചിന്താഗതി സ്പിരിച്വാലിറ്റിയിലുണ്ട്. അപ്പോൾ മറ്റു ജീവികളിൽ നിന്നും ശ്രേഷ്ഠമായ ചിന്താശേഷിയുള്ള വിവേചനപരമായ ബുദ്ധിയുള്ള മനുഷ്യജീവിതത്തെ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേർണിക്ക് വേണ്ടി ഉപയോഗിക്കണം, ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്താഗതിയും ഉണ്ട്. കേനോപനിഷത്തിൽ ഈ അർത്ഥം വരുന്നൊരു ശ്ലോകമുണ്ട്. എൻ്റെ ഞാനും എന്നുള്ള പുസ്തകത്തിൽ അവസരവും നഷ്ടവും എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ജീവിതം ഉപയോഗിച്ചില്ലെങ്കിൽ മഹതി വിനഷ്ടി, വലിയൊരു നഷ്ടമായിരിക്കും എന്നുള്ളതാണ്. സെൽഫ് റെക്കഗ്നീഷന് വേണ്ടി നമ്മളിത് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും എന്നൊരു അർത്ഥമുണ്ട്. അപ്പം ഇത് നമുക്ക് ശരിയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ ആശയങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ പ്രധാനമാണ്, അല്ലേ? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ജേർണീസ് എപ്പോഴും സെൽഫ് കോൺട്രഡിക്ടറി അല്ല, അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. വി ക്യാൻ ഹാവ് ഇറ്റ് ബോത്ത് വേസ്, അല്ലേ? പുരുഷാർത്ഥ സങ്കല്പത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ധർമ്മം എന്നുള്ളതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ കഴിയും. ജീവിതം ആസ്വദിക്കണമെങ്കിൽ ധർമ്മത്തെ കൈവിടണം, നൈതികതയെ കൈവിടണം എന്നുള്ള തെറ്റിദ്ധാരണകളൊന്നുമില്ല. ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ധർമ്മത്തിനനുസരിച്ച്, ധർമ്മത്തെ ബേസ് ചെയ്ത് അർത്ഥം സമ്പാദിക്കുക, ആ ധർമ്മവും അർത്ഥവും അലോ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, കാമങ്ങളാകാം, പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുക, അല്ലേ? ഇത് സീരിയലായിട്ടുള്ളൊരു കാര്യമാണ്. പാരലായിട്ടും ചില സന്ദർഭങ്ങളിൽ നമുക്ക് പോകേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് പറ്റും. രണ്ട് തരത്തിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. സമയത്തിൻ്റെ വില, അവസരത്തിൻ്റെ വില, മൊമെൻറ്റ്സിൻ്റെ വില മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരിക്കലും നഷ്ടപ്പെട്ട മൊമെൻ്റ് ഒരിക്കലും അതേപടി തിരിച്ചു വരില്ല. നമ്മുടെ കൂടെയുള്ളവർ, സാഹചര്യങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, ബാക്കി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ തിങ്സ്, ഇവയെല്ലാം അതേപോലെ വരുന്ന വേറൊരു നിമിഷം ഉണ്ടാവുകയില്ല. ഓരോ കാലഘട്ടത്തിലെയും ഓരോ വ്യക്തികളെയും നമ്മൾ തിരിച്ചറിയുക, നമ്മളോട് തന്നെയും അവരോടും ആ സന്ദർഭത്തോടും പരമമായ ശ്രദ്ധയും ബഹുമാനവും കൺസിഡറേഷനും പരിഗണനയും എല്ലാം നൽകിയിട്ട് ജീവിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, യു ഓൺലി ലിവ് വൺസ്, ഐ ഓൺലി ലിവ് വൺസ്, ഐ ലിവ് ഓൺലി വൺസ്, അല്ലേ? എന്നുള്ളതുപോലെ തന്നെ ദേ ലിവ് ഓൺലി വൺസ്, ഹി ഓർ ഷീ ലിവ്സ് ഓൺലി വൺസ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ബാക്കിയുള്ളവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ അവരെയും ഉപദ്രവിക്കാതിരിക്കുക, അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും കൂടി ഉണ്ട്. ഈ പറയുന്നതെല്ലാം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ബാധകമാണ് എന്നൊരു ചിന്ത കൂടി വേണം. അല്ലാതെ നമ്മുടെ കാര്യത്തിൽ മാത്രമേ ഓൺലി ലിവ് വൺസ് കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഈ ഒരു വാക്കിനെക്കുറിച്ചും അതിൻ്റെ രണ്ട് രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസിനെ കുറിച്ചും, അവ എപ്പോഴും മ്യൂച്വലി കോൺട്രഡിക്ടറി അല്ല എന്നുള്ളതിനെക്കുറിച്ചും, പിന്നെ നമ്മുടെ പോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഈ വൺ ലൈഫേ ഉള്ളൂ എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ആലോചിക്കുക. നിമിഷങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക, എൻജോയ് ദ മൊമെൻറ്റ്സ് ടു ദ ഫുള്ളസ്റ്റ് എന്നുള്ളതല്ലേ? ഓക്കെ.
ആ ഒരു പരിഗണന, ആ ഒരു ശ്രദ്ധ, ജീവിതം അത്രയും ഒരു ശ്രദ്ധ, ഒരു പരിഗണന, ആ ഒരു ബഹുമാനം ജീവിതവും നമ്മളും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും സാഹചര്യങ്ങളും എല്ലാവരും അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ തർക്കമില്ലാത്ത കാര്യം, അല്ലേ? ആ ഒരു പരിഗണനയും ശ്രദ്ധയും ബഹുമാനവും ആ ഒരു കരുതലും കൊടുക്കാൻ നമ്മളോടും ചുറ്റുമുള്ളവരോടും ജീവിതത്തോടും ആ കരുതൽ കൊടുക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്? ആർ വി ജസ്റ്റ് ഗോയിങ് ത്രൂ ദ മോഷൻസ് ഓർ ആർ വി ഗിവിങ് ഇനഫ് ഇമ്പോർട്ടൻസ് ടു ദ ലൈഫ്, ടു ഓൾ ഫോംസ് ഓഫ് ലൈഫ്, അല്ലേ? ഈ ഒരു ചോദ്യമാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്നില്ല എന്നാണ് ഉത്തരമെങ്കിൽ വി ഓൾവേസ് ഹാവ് ടൈം ടു ഇംപ്രൂവ്, അല്ലേ? സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഇത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങളുടെ ചിന്തകൾക്ക് വിടുന്നു. യോലോ എന്നുള്ള ടേം എപ്പോഴാണ് ആദ്യം കേട്ടത് എന്നുള്ളതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. താങ്ക് യു.